വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുറക്കാട്ടേരി പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ പഴയ ദേശീയപാത കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വാള് വരുന്നത് നമ്മൾ ബ്രിക്സ് വാളാണ് വരുന്നത്. ബ്രിക്സിനകത്ത് കട്ട ഉപയോഗിച്ചു കൊണ്ടുള്ള വാളുകളാണ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലെവൽ ചെയ്തിട്ടേ ഉള്ളൂ. അതേപോലെ പഴയ ദേശീയപാത കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത വരുന്നത്. അപ്പോൾ നമുക്ക് റോഡിലൂടെ സഞ്ചരിച്ചു ഇതൊക്കെ പഴയ ദേശീയപാതയിലുണ്ടായിരുന്ന അതിൻ്റെ നമ്മുടെ അന്നത്തെ ക്രാഷ് ബാരിയറുകളാണ് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ കംപ്ലീറ്റ് പൊട്ടിച്ച് നീക്കി ഈ ഒരു അവസ്ഥയിലാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ സുഖങ്ങളൊന്നും അല്ലെ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളൊന്നും ഇന്ന് നമ്മുടെ തലമുറക്ക് കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പണ്ട് നമ്മളൊക്കെ വേനലവധിയിൽ ഏകദേശ പറമ്പുകളും ഗ്രൗണ്ടുകളും ഒക്കെ നമ്മൾ പാട്ടത്തിനെടുത്തിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളിച്ച് ആർമാദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് വേനലവധിയിലും നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ തലമുറക്ക് അവർക്ക് കളിക്കണമെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പൈസ കൊടുത്ത് ടർഫുകളിൽ പൈസ കൊടുത്ത് കളിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഓരോന്നും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതൊക്കെ ടാർ ചെയ്ത പുതിയ റോഡാണ്. സർവീസ് റോഡായി മാറാനാണ് ഈ ഭാഗം സർവീസ് റോഡായിട്ട് മാറും. പഴയ നമ്മുടെ ദേശീയപാതയാണ്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇത്രയേ ബാക്കിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ സർവീസ് റോഡിന് അല്പം വീതി കൂട്ടിയതാണ്. വാഹനങ്ങൾ പാസ് ചെയ്തു പോകാൻ ഇതാണ് വഴിയുള്ളൂ. അപാരമായിട്ടുള്ള ഒരു മാറ്റം ഈ പ്രദേശത്തുണ്ടാവും. കുറ്റ്യാടി, രാമനാട്ടുകര, പാവങ്ങാട്, പെരുന്തുരുത്തി എന്നൊക്കെ പറയുന്ന ഒരു ജംഗ്ഷന് ഈ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു ജംഗ്ഷനാണിത്. നമ്മൾ പൂളാടിക്കുന്ന് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെയാണ് വിപ്ലവകരമായ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. KMC ആണ് ഇവിടെയും വർക്ക് എടുക്കുന്നത്. KMCയും വർക്ക് ഭയങ്കര ഫാസ്റ്റ് ഒന്നല്ല, എന്നാലും നമ്മുടെ വടകര, കൊയിലാണ്ടി, നന്ദി അപേക്ഷിച്ച് കുറച്ച് ഫാസ്റ്റാണ്. ഇതൊക്കെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക്. 3 വരിപ്പാതയെ ടാറിങ് കഴിഞ്ഞ് സോറി 3 വരിപ്പാത ടാറിങ് കഴിഞ്ഞിട്ടില്ല. സർവീസ് റോഡിൻ്റെ ടാറിങ് ആണ് കഴിഞ്ഞത്. സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞു. 6 വാർഡുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിന് കുറച്ച് വീതിയുണ്ട്. മറ്റ് പ്രദേശങ്ങളെ പോലെയല്ല, കുറച്ച് വീതി കൂടുതലാണ്. അത് എന്താണ് അങ്ങനെ വന്നത് എന്ന് വീടണോ. വലിയൊരു കൂട്ടൻ അണ്ടർ പാസേജ്. ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാത വീണ്ടും താഴ്ന്ന് എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് താഴ്ന്ന് സഞ്ചരിക്കുകയാണ്. റോഡ് വീണ്ടും ഡൈവേർട്ടായി. ഇതൊക്കെ പൂവാലിയുടെ സെക്കൻഡ് സ്റ്റൈൽ ഷോറൂം. അശോകപുരം കണ്ണൂർ റോഡ്. അതിവിടെയുള്ള സ്ഥലമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ബോർഡ് വായിച്ചാൽ. ഇവിടെ 6 വരിപ്പാത ടാറിങ് പൂർത്തിയായി. ഇനി നമ്മൾ ആ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പാൻഡഡ് ബീമുകളാണ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത്
വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് റോഡ് വീണ്ടും ഡൈവേർട്ടാണ്. റോഡ് ഡൈവേർട്ട് ആകുമ്പോൾ സത്യം പറയാം ഇവിടെ ഒന്നും സിഗ്നൽ ലൈറ്റ് ഇല്ല കേട്ടോ. 6 വരി പാത പൂർത്തിയായിട്ടുള്ള, 6 വരിയും തുറന്നു കൊടുത്തിട്ടുള്ള പ്രദേശമാണിത്. 6 വരിയും ദേശീയപാത തുറന്നു കൊടുത്ത കാഴ്ചയാണ്. ഇത് കുറച്ചേ ഉള്ളൂ, ഒരു 1/2 കിലോമീറ്റർ തുറന്നു കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോൾ വീണ്ടും 3 വരി പാതയായി. ഇവിടെ എത്തുമ്പോൾ വീണ്ടും റോഡ് ഡൈവേർട്ടായി. ഇപ്പൊ ദേശീയപാത ഏത് സമയം എപ്പോഴാണ് ഡൈവേർട്ട് ആകുക ഒരു ഐഡിയ ഇല്ലാത്ത കളിയാണ്. ഒരുപാട് ഗേഡറുകൾ, കണ്ടമാനം ഗേഡറുകൾ. ഇത്രയും ഗേഡറുകളിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. ഇത്രയും ഗേഡറുകൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ഗേഡറുകൾക്ക് നിങ്ങൾ സ്റ്റീൽ വയർ കമ്പികൾ ഇങ്ങനെ കടത്തി വിട്ടത് കാണാൻ സാധിക്കും, ലെങ്തായിട്ട്. അത് ലെങ്ത്തുള്ള എക്സ്പാൻഡഡ് ബീമുകൾക്കാണ്, ലെങ്ത്തും പിന്നെ ഇത്ര വെയിറ്റിൽ കൂടുതലുള്ള ആ എക്സ്പാൻഡഡ് ബീമുകൾക്കാണ് ഈ രീതിയിൽ സ്റ്റീൽ വയറുകൾ കടത്തി വിടുന്നത്. പാവങ്ങാടുള്ള ദേശീയപാതയുടെ 6 വരി പാതയുടെ വർക്കിന്റെ സ്റ്റാറ്റസ് ആണ്. ഈ 3 വരി പാതയിൽ തന്നെയാണ് KMCയുടെ അക്കോമഡേഷൻ കിടക്കുന്നത്. ഈ ഷീറ്റ് കൊണ്ടൊക്കെ ഇവിടെ അക്കോമഡേഷൻ അടിച്ചിട്ട് ദേശീയപാതയിൽ തന്നെ താമസിക്കുന്നത് ലേബേഴ്സിന് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര പ്രയാസം. ഷീറ്റിനകത്തൊക്കെ എങ്ങനെയാണ് താമസിക്കാൻ കഴിയുക? അതും നമ്മളെ ദേശീയപാതയുടെ മുകളിൽ തന്നെ ബഹുത്ത് കഷ്ട. 6 വരിയും ഈ ഭാഗങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ 3 വരി കംപ്ലീറ്റ് എക്സ്പാൻഡഡ് ബീമുകൾ ഇങ്ങനെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. തണ്ണീർപ്പന്തൽ എന്ന് പറഞ്ഞുള്ള സ്ഥലം ഇവിടെയുമുണ്ട്. നമ്മൾ കുറ്റ്യാടി ആ ഭാഗങ്ങളിൽ കൊണ്ടൊരു തണ്ണീർപ്പന്തൽ. ബാലുശ്ശേരി, കക്കോടി. ഇത് സർവീസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാവിലക്കടവ്
സർവീസ് റോഡിൻ്റെ ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ടാറിങ് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. 6 വരി പാത കംപ്ലീറ്റ് പൂർത്തിയായിട്ടുള്ള വളരെ മനോഹരമായ സർവീസ് റോഡും 6 വരി പാതയൊക്കെ പൂർത്തിയായിട്ടുള്ള പ്രദേശമാണിത്. അങ്ങാടിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണിത്. ഇവിടെ 6 വരി പാതയും കംപ്ലീറ്റ് പൂർത്തിയായിട്ടുള്ള 6 വരി പാതയുടെ സർവീസ് റോഡ്, ക്രാഷ് ബാരിയർ, അങ്ങനെ കണ്ട എല്ലാ വർക്കുകളും പൂർത്തിയായി. റോഡിങ്ങനെ വിശാലമായി കടൽ പോലെ വ്യാപിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ ദേശീയപാതയും 6 വരി പാതയും താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമായത്. ഇവിടുന്ന് വീണ്ടും റോഡ് ഡൈവേർട്ട് ആവുകയാണ്. വിശാലമായ റോഡ് കിട്ടി ഒരു 500 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് അത് ഡൈവേർട്ടായി കളയും. ഇവിടെ മനോഹരമായ ഒരു ഓവർ പാസേജ്. ദേശീയപാത നമ്മളെ ലെഫ്റ്റിൽ കിടക്കുന്ന പ്രദേശം ഉണ്ടല്ലോ, അതായിരുന്നു പഴയ ദേശീയപാത. അത് കംപ്ലീറ്റ് ഇടിച്ച് താഴ്ത്തി ഇപ്പം പുതിയ ദേശീയപാത ഇങ്ങനെ പോവാണ്. ബാലുശ്ശേരി ആ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഓവർ പാസേജാണ് മേലെ പാസ് ചെയ്ത് പോകുന്നത്. നല്ല തണലുള്ള ഒരു ഓവർ പാസേജ്. പലപ്പോഴും ഇവിടെ നിർത്തി പോകാറുണ്ട്. ഓവർ പാസേജ് ബൈക്കുകാർക്കൊക്കെ നല്ല വെയിൽ കൊണ്ട് വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമായത്. ഇതായിരുന്നു പഴയ ദേശീയപാത. നമ്മൾ നല്ല ഹൈറ്റിൽ ഷീറ്റൊക്കെ കാണുന്നത് പഴയ ദേശീയപാത അവിടെ ഇത്ര ഹൈറ്റിലായിരുന്നു. അത് താഴ്ത്തി ഈ രീതിയിലേക്ക് കൊണ്ടുവന്നാണ്. ഇതൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 വരി പാത നല്ല രീതിയിൽ ടാറിങ് ഈ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ വന്ന് അവസാനിച്ചോ? ഇവിടുന്ന് നമ്മൾ ഒരു പാലം വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. പാലം വരുന്നില്ല. സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായത്. 6 വരി പാത വീണ്ടും പൂർത്തിയായ ഒരു പ്രദേശമാണിത്. ഇതൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 വരി പാത നല്ല രീതിയിൽ ടാറിങ് ഈ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ വന്ന് അവസാനിച്ചോ? ഇവിടുന്ന് നമ്മൾ ഒരു പാലം വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. പാലം വരുന്നില്ല. സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായത്. 6 വരി പാത വീണ്ടും പൂർത്തിയായ ഒരു പ്രദേശമാണിത്. ഇപ്പം നമ്മൾ നേരെ പാവങ്ങാട് ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എത്താൻ വേണ്ടി. പാവങ്ങാട് ജംഗ്ഷൻ്റെ മുന്നേയുള്ള ഭാഗങ്ങളിലൊക്കെ 6 വരി പാത കുറേ ഭാഗങ്ങളിൽ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഒരു ട്രാഫിക് ബ്ലോക്കില്ല. നല്ല സ്മൂത്തായിട്ട് പാല് പോലെ പോകാൻ പറ്റുന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു.
ജംഗ്ഷൻ. ഇവിടെ എന്തൊക്കെയാണ് കളിച്ച് കൂട്ടിയിരിക്കണം നമുക്കൊന്നും മനസ്സിലാകാൻ പറ്റില്ല. പഴയ ദേശീയപാത ഇവിടുന്ന് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള കാണുന്നത് നിങ്ങൾക്ക് പഴയ ദേശീയപാതയാണ്. അവിടുന്ന് ഒരുപാട് മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് ഇടിച്ച് താഴ്ത്തി ഒരു കാഴ്ചയാണ്. പാവങ്ങാട് ജംഗ്ഷനിൽ നമ്മളെത്തി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വേറെ മറ്റൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. കാരണം ഒരുപാട് ഓൾറെഡി ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പം അടുത്തൊരു പാർട്ടായിട്ട് ഇപ്പോൾ ഇവിടെ വരെയുള്ള വീഡിയോ, പാവങ്ങാട് ജംഗ്ഷൻ വരെയുള്ള വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പാവങ്ങാട് ജംഗ്ഷനിൽ മറ്റൊരു വീഡിയോ, ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പ്രദേശത്തേക്കുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നമ്മൾ ഇക്ര ഹോസ്പിറ്റലിലൊക്കെ ജംഗ്ഷനാണിത്.